ഇന്ത്യയിലെ GST സ്ലാബ് പരിഷ്കരണം വളരെ അത്യാവശ്യമായിരുന്ന ഒരു മാറ്റമാണ്. കാരണം 2017 GST കൊണ്ടുവരാൻ തന്നെ കാരണം മൾട്ടിപ്ലിസിറ്റി ഓഫ് റേറ്റ്സ് ആയിരുന്നു. 100 തരം ഉൽപ്പന്നങ്ങൾ, ആ 100 തരം ഉൽപ്പന്നങ്ങളിൽ പിന്നെ പലതരത്തിലുള്ള നികുതികൾ, അത് കണക്ക് കൂട്ടുന്നവർക്ക് ബുദ്ധിമുട്ട്, അതുപോലെ കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ട്. ഈ തരത്തിൽ വലിയ ശല്യമുള്ള ഒരു മേഖലയായിരുന്നു ഉൽപ്പന്നങ്ങളുടെ നികുതി മേഖല. അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, സാധന സേവന നികുതി, ചരക്ക് സേവന നികുതി, അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അങ്ങനെ ചരക്ക് സേവന നികുതി കൊണ്ടുവന്നത് ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് റേറ്റ്സിനെ ഒന്ന് കുറച്ച് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തില് റേറ്റ്സുകളുടെ അതിനൊന്ന് ഒതുക്കുക, നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക നിരക്കുകളെ. അങ്ങനെ നിരക്കുകളെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2017 GST കൊണ്ടുവരുന്നത്. അപ്പൊ GST കൊണ്ടുവരുന്നതിന് മുൻപ് ആദ്യം ഒരു എംപവേർഡ് കമ്മിറ്റി GST കൊണ്ടുവരുന്നതിനെ പറ്റി പഠിക്കാൻ ഉണ്ടായിരുന്നു, MP-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ആയിട്ട്. ആ എംപവേർഡ് കമ്മിറ്റിക്ക് ശേഷമാണ് GST കൗൺസിൽ ഫോം ചെയ്യുന്നത്. GST കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ GST കൗൺസിൽ ഫോം ചെയ്തു. ഈ GST കൗൺസിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടത്? അതായത് ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി, ധനമന്ത്രിയുടെ ഡെപ്യൂട്ടി, എല്ലാ സംസ്ഥാനത്തിന്റെയും ധനമന്ത്രിമാർ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളെ റെപ്രസെന്റ് ചെയ്യുവാനുള്ള വ്യക്തികൾ, ഇത്രയും ചേർന്നവരാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഈ GST കൗൺസിലാണ് ചേർന്ന് GSTയെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത GST 2017 ജൂലൈ 1 നടപ്പിലാക്കുന്നത്. അങ്ങനെ ജൂലൈ 1 നടപ്പിലാക്കുമ്പോൾ എത്ര നിരക്കുകൾ ഉണ്ടായിരുന്നു? 0, അതായത് ഒരു നികുതിയും കൊടുക്കേണ്ടാത്ത ഉൽപ്പന്നങ്ങൾ. അതിന് തൊട്ടു മുകളില് 0.25, അതായത് 0.25% നികുതി കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ, പിന്നെ 3% നികുതി കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ, അതിനുശേഷം 5% നികുതി കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ. അവ നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പൊ ഈ നിത്യോപയോഗ സാധനങ്ങളെക്കാൾ കുറഞ്ഞ നികുതി 3%, 0.25, അതായത് 0.25% ഒക്കെ കൊടുക്കേണ്ട ഏത് തരം ഉൽപ്പന്നങ്ങൾക്കാ? അതാണ് രസകരമായ കാര്യം. അതായത് അൺകട്ട് ഡയമണ്ട്സ്, ചെത്തി മിനുക്കാത്ത ഡയമണ്ട്, അതിനാണ് 0.25, 0.25% നികുതി. അത് കഴിഞ്ഞാൽ സ്വർണ വജ്ര ആഭരണങ്ങൾ, അതിനാണ് 3% നികുതി. ഇത് ഒരു ഗുജറാത്ത്, അതായത് GST കൊണ്ടുവന്നതിന് ശേഷം ഒരു ഗുജറാത്ത് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ നികുതി നിരക്കുകൾ അതിനു മുൻപ് കൊണ്ടുവന്ന GST നിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി താഴ്ന്ന നിരക്കുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ, അതായത് ഗുജറാത്തിൽ ഇലക്ഷൻ വരുന്നതിന് മുൻപാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകതയില്ലേ? ഉണ്ട്. കാരണം ഗുജറാത്തിലാണ് ഈ സ്വർണ രത്ന ആഭരണങ്ങളുടെ വലിയ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണിത്. പക്ഷെ നമുക്ക് ആർക്കും അതിനോട് ഒരു വലിയ പ്രതിഷേധം തോന്നേണ്ട കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാല് സ്വർണ വജ്ര ആഭരണ കയറ്റുമതി വഴിയാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒരു 19-20% വരുന്നത്. അത്ര ബൃഹത്തായ എക്സ്പോർട്ട് ബിസിനസ് ആണ് സ്വർണ വജ്ര ആഭരണ മേഖല കാഴ്ചവെക്കുന്നത്. ഒന്നാന്തരം ഡിസൈൻസും ഒന്നാന്തരം സ്വർണവും വജ്രവും ഒക്കെയാണ് കയറ്റി അയച്ചു പോകുന്നത്, വജ്രാഭരണങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആരും അതിനെതിരെ നിന്നില്ല. ആരെങ്കിലും അതിനെതിരെ നിന്നാൽ തന്നെ പ്രധാനമന്ത്രി സ്വന്തം തട്ടകത്തില് ഒരു ഇലക്ഷൻ വരുമ്പോൾ അവിടെ ജയിക്കാൻ വേണ്ടി ചില കളികളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആരും അത് കണ്ടു കേട്ടു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല. അറിയണമെങ്കിൽ ആ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാവുന്നവർക്ക്, അതിന്റെ ഇമ്പാക്ട് അറിയാവുന്നവർക്കൊക്കെയാണ് അതിനെ വിമർശിക്കാവുന്നത്. പക്ഷെ ഈ വിമർശകരാരും തന്നെ ഒരു തരത്തിലും സമരക്കാരായിരിക്കണമെന്നില്ല. ഇപ്പൊ എന്നെ പോലെയുള്ളവർ വിമർശിച്ചാലും സമരം ചെയ്യാൻ പോകില്ല, ഉള്ളത് തുറന്നു പറയും, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോട്ടെ, നമുക്ക് നികുതി നിരക്കിലേക്ക് വീണ്ടും വരാം. എത്ര നികുതി നിരക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞത്? 0.25 അഥവാ 0.25. അൺകട്ട് ഡയമണ്ടിന് രണ്ടാമത്തെ നികുതി നിരക്ക് 3%, അതായത് ഗോൾഡ് സ്വർണ വജ്ര ആഭരണങ്ങൾക്ക്. അപ്പൊ അത് രണ്ടും GSTയുടെ ഗണത്തിൽപ്പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. GSTയിൽ 4 റേറ്റ് ആണ് 2017 കൊണ്ടുവന്നത്. ഏതൊക്കെയായിരുന്നു?
5%, 12%, 5% നിത്യോപയോഗ സാധനങ്ങൾ പാക്കറ്റഡ് ആണെങ്കിൽ, പിന്നെ 12% നിത്യോപയോഗ സാധനങ്ങളിൽ തന്നെ കുറച്ചും കൂടി എന്താ പറയുക, അപ്പർ സെക്ഷന്റെ കൺസംഷനും ഒക്കെ ആയിട്ട് കൂടുതൽ ഉൾപ്പെടുന്നതാണ് 12%. പിന്നെ 18% സെമി ലക്ഷറി. അത് കഴിഞ്ഞാൽ പിന്നെ 28% ലക്ഷറി. അതിന് മുകളിൽ കുറെ സെസ്, അതായത് വലിയ ക്ഷമതയുള്ള വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങൾക്കൊക്കെ 28% മുകളിൽ സെസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 4 നികുതി നിരക്കുകൾ ആയിരുന്നു 2017 അംഗീകരിച്ചത്. ഈ 4 നികുതി നിരക്കുകൾ GST കൊണ്ടുവന്ന ഒരു രാജ്യത്തും ഇത്രയധികം നിരക്കുകളില്ല. 2 നിരക്ക് അല്ലെങ്കിൽ 1 നിരക്ക് ഈ തരത്തിലൊക്കെ ഉള്ളൂ GST കൊണ്ടുവന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ ഇതും വലിയ ക്ലിഷ്ടമാണ്. ഇത്രയും വലിയ ഒരു രാജ്യത്ത്, ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്ന രാജ്യത്ത് ഈ 4 തരം നികുതി കണക്ക് കൂട്ടിയെടുക്കുക ഈ 4 തരം നികുതിയിലേക്ക് ഓരോ ഉൽപ്പന്നങ്ങളെയും ഉൾച്ചേർക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ ഇതിനെ കുറച്ചും കൂടി ലളിതവൽക്കരിക്കണം, ഈ നികുതി നിരക്കുകൾ 2ലേക്ക് ഒതുക്കണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ നടപ്പാക്കിയില്ല. അത് മാത്രവുമല്ല, നമുക്കറിയാം ഇത് GST നടപ്പിലാക്കിയ കാലം മുതൽ ഇഷ്ടം പോലെ എന്താ പറയുക, നികുതി വെട്ടിയില് വ്യാപാരി വ്യവസായികൾ ഇഷ്ടം പോലെ നികുതി വെട്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെയുള്ള ഒരു ഷോപ്പില്, അതായത് ബാറ്റായുടെ ഷൂ കമ്പനിയിൽ ചെരുപ്പ് വാങ്ങാൻ പോയി. ഞാൻ ചെരുപ്പ് വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സെയിൽസ്മാനോട് ചോദിച്ചു, ഇത് നിങ്ങൾ GSTയുടെ ടാക്സ് പോർട്ടലിൽ പിന്നെ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു, ഈ ബില്ല്. അപ്പൊ അയാൾ ചിരിച്ചു. എന്ന് വെച്ചാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചു, നികുതിയും കൊടുത്തു, പക്ഷെ ആ നികുതി സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല. ഇതുപോലെയുള്ള അഴിമതി ആ സമയത്ത് നടക്കുന്നു ഇഷ്ടം പോലെ. അപ്പോ ആ അഴിമതിക്ക് കടിഞ്ഞാണിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തു. അത് സെമി ജുഡീഷ്യൽ ബോഡിയാണ്. എന്ന് വെച്ചാൽ കയ്യാമം വെച്ച് പിന്നെ ജയിലിലിടാനും അവകാശമുള്ള ബോഡി എന്നർത്ഥം. എന്നിട്ട് അതിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന്റെ വലിയ നിര ഉദ്യോഗസ്ഥർ തന്നെ, അതായത് കമേഴ്ഷ്യൽ ഇന്റലിജൻസ്, നമ്മുടെ ടാക്സേഷൻ വകുപ്പിലെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിഭാഗം മുഴുവനും ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗണത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യാം? ഇവരെ ആക്ച്വലി നേരത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നിന്നിരുന്ന ചെക്ക് പോസ്റ്റുകളെയാണ് ഇവര് റീപ്ലേസ് ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റുകളെ GST വന്നപ്പോൾ നിർത്തലാക്കി, പിന്നെ ആവശ്യമില്ല. അപ്പൊ ചെക്ക് പോസ്റ്റുകൾ അന്ന് ചെയ്തിരുന്ന ഉത്തരവാദിത്വം അതാണ് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത്. അപ്പൊ ഇത് സംഭവിക്കാം, ഈ നികുതി വെട്ടിയിൽ സർവ്വ വിധേനയും സംഭവിക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് നവംബറിൽ തന്നെ, 2017 നവംബറിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നികുതി വെട്ടിയിൽ സാഗൂതം നടന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയ നിർമ്മല സീതാരാമൻ 2022-23 ബജറ്റ് വരുന്ന ആ ബജറ്റിന്റെ അകത്ത് പറഞ്ഞു, ഇത് തടയാൻ ഈ തരത്തിലുള്ള, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഈ ഡെസ്റ്റിനേഷൻ ടാക്സിൽ നിന്നാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ വിശദാംശങ്ങളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒരു ഉൽപാദകൻ ഏതൊക്കെ തരത്തിലുള്ള റോ മെറ്റീരിയൽസും ഇൻപുട്സും വാങ്ങിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ നികുതി പോർട്ടലിൽ, അതായത് ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ITC അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന്, അതായത് GSTയുടെ ഒരു പ്രത്യേകത, എൻഡ് കൺസ്യൂമറിൽ നിന്നാണ് നികുതി പിരിക്കുക. അപ്പൊ നികുതി പിരിച്ചു കഴിഞ്ഞാൽ ആ നികുതി ആർക്കൊക്കെ പോകണം? ഈ ഏതൊക്കെ റോ മെറ്റീരിയൽസ് വാങ്ങി അവിടെ എല്ലാം അത് ഷെയർ ചെയ്യപ്പെടും. അപ്പൊ അതെങ്ങനെ ഷെയർ ചെയ്യപ്പെടും? ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഴിയായിട്ടാണ് അത് ഓരോരുത്തരിലും എത്തുക. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കള്ളന്മാര് അപ്ലോഡ് ചെയ്യും. എന്ന് വെച്ചാല് അങ്ങനെ ഒരു ബിസിനസ്സുകാരനോ ഉൽപാദകനോ കാണില്ല, അങ്ങനെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവില്ല. കള്ളത്തരത്തിലുള്ള ITC അപ്ലോഡ് ചെയ്യും. അത് തടയാൻ വേണ്ടി നിർമ്മല സീതാരാമൻ പറഞ്ഞു, എല്ലാവരുടെയും ആധാർ കാർഡ് കൂടി വേണം ITC അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോ ഈ പറയപ്പെട്ട കള്ള രസീതുകൾ, ITCകളെ നിർത്തലാക്കാൻ വേണ്ടിയാണ്, തടയാൻ വേണ്ടിയാണ് ആധാർ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ
ആധാർ വെച്ച് ഇത് തുടങ്ങിയതിന് ശേഷം 58,000 കോടിയുടെ നികുതി വെട്ടിയിട്ട് നിർമ്മല സീതാരാമൻ തന്നെ, അതായത് ഈ പറയപ്പെട്ട നാഷണൽ ആന്റി പ്രൊഹിറ്ററിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തി പിടിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന സമയത്ത് കേരളത്തില് എന്ത് സംഭവിച്ചു? ഡോക്ടർ ഐസക്കിന്റെ മന്ത്രിസഭയുടെ അവസാന വർഷമായിരുന്നു. ഡോക്ടർ ഐസക്ക് ഇവിടെ ഈ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ള 4 പ്ലൈവുഡ് ഇൻഡസ്ട്രീസ്, ഇല്ലാത്ത ഇൻഡസ്ട്രീസ് 5 കോടിയുടെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. അവസാനം അവരെ പിടിച്ചു. കാരണം അവർ ആധാർ കാർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഈ യഥാർത്ഥ ആധാർ കാർഡിന്റെ ഉടമകൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു കാര്യം. എങ്ങനെ അവരുടെ ആധാർ നമ്പർ ഇന്നവർക്ക് കിട്ടിയെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആധാർ നമ്പേഴ്സ് ഏതൊക്കെയോ സോഴ്സിലൂടെ മോഷ്ടിച്ച് അങ്ങനെ കള്ള ITC ഫോം ചെയ്ത് 5 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. അതിനുശേഷം അത് വീണ്ടും പരിശോധിക്കാനുള്ള സൗകര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, എങ്ങനെയൊക്കെ ശ്രമിച്ചു പഴുതടയ്ക്കണമെന്ന് വിചാരിച്ചാലും ഈ നികുതി വെട്ടിയിരുകാര് അവരുടെ ഇഷ്ടമനുസരിച്ച് നികുതി വെട്ടിക്കുന്ന ഒരു രീതി, അത് ഇന്ത്യയിലെ ആദ്യം വളരെ കാലം കൊണ്ട് ഡെമോക്രസി വന്ന കാലം മുതലേ ഉണ്ട്. അങ്ങനെ ആ ഡെമോക്രസി വന്ന കാലം മുതലേ ഈ നികുതി വെട്ടിയിലുണ്ട്. ആ നികുതി വെട്ടിയലിനെ ശക്തമായി തടയാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ, അതായത് ഉദ്യോഗസ്ഥർ സത്യസന്ധരല്ല, അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് നടന്ന കാര്യം നമുക്കറിയാം. നികുതി വെട്ടിയിൽ തടയാൻ വേണ്ടിയിട്ട്, അതായത് തോറ ദെൽ ഓറെ എന്താണത്? സ്വർണ്ണ ഗോപുരം എന്നും പറഞ്ഞിട്ട്, അതായത് ഓപ്പറേഷൻ ഗോൾഡ്. തൃശ്ശൂരിലെ ഒറ്റ സ്വർണ്ണ 700-ലധികം കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അവരോട് പറഞ്ഞത്, മുകളിലത്തെ 2 ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സത്യം അറിയാമായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമ്മള് ടൂർ പോവുകയാണ് എല്ലാവരും കൂടി എന്നും പറഞ്ഞ് വണ്ടികളൊക്കെ വാടകയ്ക്കെടുത്ത്, ഒരുപാട് വണ്ടി വേണമല്ലോ 700-ലധികം പേർക്ക് പോകാനായിട്ട്. തൃശ്ശൂരിലെ ഈ ഒറ്റ സ്വർണ്ണ വ്യാപാരിയുടെ എല്ലാ കടകളിലും, എവിടെയൊക്കെ കടകളുണ്ടോ, എവിടെയൊക്കെ ഗോഡൌൺസ് ഉണ്ടോ, അവിടെ എല്ലാം ഒറ്റ രാത്രിയും പകലുമായിട്ട് പരിശോധിച്ച് 104 കിലോ സ്വർണമാണ് ഒറ്റ കടയിൽ നിന്ന് തന്നെ റെക്കോർഡ്സ് ഇല്ലാത്തത് കണ്ടെത്തിയത്. അപ്പോൾ ഈ കേരളത്തിൽ എന്തോരം സ്വർണം ഇങ്ങനെ നികുതി വെട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നികുതി വെട്ടിയിൽ കണ്ടെത്താൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ഖജനാവ് നിറയും. അപ്പൊ ഇപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ദീർഘിച്ചു പോയത് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ 4 നികുതി ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് ഈ റീസ്ട്രക്ചറിങ്ങില്? ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ റീസ്ട്രക്ചറിങ് GST കൗൺസിലിനോട് ആലോചിക്കാതെ തന്നെ, നേരത്തെ ഇത് ചർച്ചയുണ്ടായിരുന്നു, പക്ഷെ ഈ അടുത്തിടെ ഒന്നും ആലോചിക്കാതെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രസംഗ സമയത്ത് അദ്ദേഹം അത് വിളംബരം ചെയ്യുന്നു. ഇത് റീസ്ട്രക്ചർ ചെയ്യും, പാവപ്പെട്ടവർക്കും കർഷകർക്കും അനുകൂലമായ നിലയിൽ GST റീസ്ട്രക്ചറിങ് നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചത്? അതിനുശേഷം അന്ന് വലിയ ക്രിറ്റിസിസം ഉണ്ടായി. ഫെഡറൽ സംവിധാനത്തിന് ചേരാത്ത പരുവത്തില് GST കൗൺസിലിനോട് അഭിപ്രായം തേടാതെ ഓട്ടോക്രാറ്റിനെ പോലെയാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയെന്നുള്ള വിമർശനം ഉണ്ടായി. ആ വിമർശനം ശരിയാണ്. പക്ഷെ പിന്നീട് GST കൗൺസിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരൊക്കെ സമ്മതിക്കുന്നു. അങ്ങനെ അത് ഈ നവരാത്രി ദിവസം, അതായത് സെപ്റ്റംബർ 22 നവരാത്രി, അപ്പോഴും ഓർക്കുക അവിടെയും ഒരു ചെറിയ ഹിന്ദുത്വ അജണ്ടയുണ്ട്. നവരാത്രി ദിവസം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇപ്പൊ എത്ര നിരക്കുകളാണ് വരാൻ പോകുന്നത്? 4 നിരക്കുകളെ 2 പ്രധാന നിരക്കുകളാക്കി പോകുന്നു. അതായത് 28% 90% ഉൽപ്പന്നങ്ങളും 18% വരുന്നു. അപ്പൊ ബാക്കി 10% ഉൽപ്പന്നങ്ങളോ, ആ 10% ഉൽപ്പന്നങ്ങൾ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാ? സ്വർഗത്തിലേക്കാണോ? അല്ല, 40%, ആ 10% ഉൽപ്പന്നങ്ങളെ സിൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്. കൊക്കക്കോള പോലെ, അതായത് എയറേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളവ, പിന്നെ അതുപോലെ അതിനകത്ത് എന്തെങ്കിലും മദ്യം പോലെയുള്ളതോ അങ്ങനെയൊക്കെയുള്ളത് കാണും. പിന്നെ വില കൂടിയ കാറുകള്, അങ്ങനെ വലിയ ലക്ഷറി ഐറ്റംസ് ആണ്. സിൻ ഗുഡ്സും ലക്ഷറി ഐറ്റംസും ആണ് ആ 40% വരുന്ന ആ അത്. അതായത് ഒരു 10%, 28% നികുതി പട്ടികയിൽ ഉണ്ടായിരുന്ന 10% ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 40% നികുതി എന്ന ഒരു വെറൈറ്റി, ഒരു കാറ്റഗറി ഉണ്ടായിരിക്കുന്നു. പിന്നെയുള്ള 28% ബാക്കി ഉൽപ്പന്നങ്ങളെല്ലാം 18% വരും. അതായത്
10% നികുതി ഇളവ്. ഇനി 18% നികുതിയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളോ, അത് 12% അല്ല വരിക, 5% വരിക. എന്ന് വെച്ചാൽ 12% എന്ന നികുതി ഇനി ഇല്ല. 12% നികുതി കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് 5% നികുതിയിലേക്ക് വരുന്നു ആ 18% നികുതിയിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പം ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാവുക? ഇതുമൂലം വലിയ വിലക്കുറവ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകും. വലിയ വിലക്കുറവ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സഹായം? ഇപ്പൊ 28% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ ആ നിലയ്ക്ക് വാങ്ങാൻ പറ്റാതിരുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഇക്കൂട്ടർക്ക് കൂടി വാങ്ങാൻ പറ്റും. അത് 18% നികുതി ശ്രേണിയിലേക്ക് വരുമ്പോൾ അപ്പൊ അതിന്റെ ഡിമാൻഡ് കൂടും. അതുപോലെ 18% നികുതിയിൽ നിന്നത് 5% നികുതിയിലേക്ക് വരുമ്പോഴേക്കും 13% നികുതി ഇളവാണ്. അതിനനുസരിച്ച് വില ഇളവ് വരണം. അങ്ങനെ വില ഇളവ് വരുമ്പോഴേക്കും ആർക്കും വാങ്ങാവുന്ന തരത്തില് അഫോർഡബിൾ ആയിട്ടുള്ള നികുതി നിരക്കിലേക്കും വിലയിലേക്കുമാണ് ആ ഉൽപ്പന്നങ്ങൾ മാറുക. അത് മാത്രവുമല്ല, ഇപ്പോ ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിലല്ലാതെ ഹോൾസെയിൽ പ്രൈസ് ഒക്കെ 1 പോയിന്റ് സംതിങ് ആയിട്ട്, അതായത് വളരെ താഴ്ന്ന ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് താണിരിക്കുന്നു ഇന്ത്യയില്. കേരളത്തിൽ ഇതൊക്കെ ഉയർന്നു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ താണിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നികുതി സഹായം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ പേർ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങും. അതായത് പിന്നെ വില കുറയുന്നു എന്ന കാരണം കൊണ്ട് കൂടുതൽ പേർ വാങ്ങും. കൂടുതൽ പേർ വാങ്ങും എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വിപണിയിൽ അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഡിമാൻഡ് വർദ്ധിച്ചാൽ ഉൽപാദനം കൂടും. ഇപ്പൊ നമുക്ക് നീതി ആയോഗിന്റെ തന്നെ ഒരു പഠനം നോക്കുക. അതനുസരിച്ച് നീതി ആയോഗിന്റെ 2024 എക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന കോവിഡ് കാലത്തോടെ 3,60,000 MSMEs, മീഡിയം സ്മോൾ മീഡിയം എന്റർപ്രൈസസ് നിന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നത് അന്ന് മുതൽ ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ വിലകൾ കുറയുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഈ അടഞ്ഞുപോയ എന്റർപ്രൈസസ് അതായത് ചെറുകിട ഇടത്തരം എന്റർപ്രൈസസ് ഒക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രസക്തി? അതുവഴിയായിട്ട് കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും. തൊഴിൽ ലഭിക്കുക എന്ന് വെച്ചാൽ വരുമാനം ലഭിക്കുക. വരുമാനവും തൊഴിലും ഉണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ വിപണന സാധ്യത, കൂടുതൽ ഡിമാൻഡിൽ വർധനവ്. അപ്പം ഈ GST റീസ്ട്രക്ചറിങ് ഒരു രാസത്വരകമായിട്ട് നമ്മുടെ കൺസംഷൻ മേഖലയിൽ ഡിമാൻഡിനെ ത്വരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്നും കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നുമാണ് ഒരു വശത്ത് ചിന്തിക്കുന്നത്. രണ്ടാമത് വേറൊരു സൈഡും കൂടി അതിനുണ്ട്. ട്രംപ് 50% നികുതി, 25% നികുതിയും 25%, അതായത് അതിന്റെ ആ 25-ന് 100% എന്ന് പറഞ്ഞാൽ വേറൊരു 25% പീനൽ റേറ്റും കൂടെ ചുമത്തി. അതായത് 50%മാണ് ഇറക്കുമതി ചുങ്കം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുന്നു ഈ ഓഗസ്റ്റ് 27 മുതൽ. അപ്പൊ അതിന് ഒരു പക്ഷെ മാറ്റം വരുമായിരിക്കും. പക്ഷെ മാറ്റം വന്നില്ലെങ്കിൽ വലിയ വില വർധനവാണ്. അതുകൊണ്ട് ആ എക്സ്പോർട്ട്സ് അസാധ്യമായി തീരും. പക്ഷെ ഈ GSTയുടെ റീസ്ട്രക്ചറിങ് മുഖാന്തരം എന്താ സംഭവിക്കുക? ഒന്നാമത്, ആദ്യം 28 ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 18 വരുമ്പോൾ അവിടെ 10% ഇളവ് ആ എക്സ്പോർട്ടേഴ്സിന് വില, അതായത് ഗവൺമെന്റ് നികുതി വെട്ടിക്കുറച്ചത് കൊണ്ട് ട്രംപ് ഈ 50% നികുതി ഇട്ടപ്പോൾ അതിലെ 10% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അബ്സോർബ് ചെയ്യുന്നു, സ്വാംശീകരിക്കുന്നു. ആ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ 18% ഉൽപ്പന്നങ്ങൾ 5% മാറുമ്പോൾ അവിടെ ഒരു 13% നികുതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാല് എക്സ്പോർട്ടേഴ്സിന് അത്ര കണ്ട് ഒരു ആശ്വാസം, അവർക്കൊരു സബ്സിഡി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ GSTയുടെ ഡിക്ലറേഷൻ എന്നർത്ഥം. അപ്പോ അങ്ങനെ അവരെ എക്സ്പോർട്ടേഴ്സിന് അതൊരു സഹായമാണ്. അതുപോലെ തന്നെ ട്രംപിന് അതൊരു മുന്നറിയിപ്പാണ് എന്നൊക്കെ ഇരിക്കെ ഇവിടെ നമ്മുടെ ധനമന്ത്രിയും മറ്റുള്ള ധനമന്ത്രിമാരും ആശങ്കപ്പെടുന്നത് ഈ നികുതി കുറച്ചത് കാരണം കൊണ്ട് കണ്ടമാനം കുറയും, സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത് കുറയുമെന്നാണ്. പക്ഷെ അവരതിന്റെ മറുസൈഡ് ആലോചിക്കുന്നില്ല. നികുതി കുറച്ചതുകൊണ്ട് ഡിമാൻഡ് വർദ്ധിക്കുന്നു, വിൽപ്പന കൂടുന്നു. വിൽപ്പന കൂടുമ്പോൾ സാധാരണ രീതിയിൽ വരുമാനം കൂടും. അപ്പോ ഖജനാവിലേക്ക് വരേണ്ട നികുതി വരുമാനവും കൂടും.
ഇനി അവിടെ സംഭവിക്കാവുന്നത് എന്താണ്? അവിടെ വ്യാപാരി വ്യവസായികൾ അവരുടെ വക്രത, അവരുടെ നികുതി വെട്ടിപ്പ് സമർത്ഥമായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് 28% ഉൽപ്പന്നങ്ങളൊക്കെ 18% ആക്കിയെങ്കിൽ പോലും അവർ 28% നികുതിയിൽ തന്നെ വിറ്റേക്കാം. വിറ്റിട്ട് എന്ത് ചെയ്യും? ആ 10% നികുതി അവരുടെ പോക്കറ്റിൽ പോകും. അതായത് GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അവരത് GST പോർട്ടലിൽ അപ്ലോഡ്, ഞാൻ പറഞ്ഞില്ലേ ഞാന് ടാറ്റ ഷൂ കമ്പനി പോയി ചെരുപ്പ് വാങ്ങിച്ച കാര്യം, അതായത് അത് അപ്ലോഡ് ചെയ്യുന്ന ലക്ഷണം ഇല്ല, അയാളുടെ ചിരിയിൽ നിന്നറിയാം അപ്ലോഡ് ചെയ്യില്ലെന്ന് ആ രസീത്. അപ്പൊ അതുപോലെ അവരെ 28% നികുതിക്ക് തന്നെ സാധനം വിൽക്കും. വിറ്റിട്ട് അതിലെ 18% നികുതി മാത്രം ഗവൺമെന്റിലേക്ക് കൊടുക്കും. ബാക്കി 10% അവർ സ്വന്തം പോക്കറ്റിൽ വെക്കും. ഒരു പക്ഷെ ഒന്നും തന്നെ ഗവൺമെന്റിലേക്ക് കൊടുത്തില്ലെന്നും ഇരിക്കും നികുതി വെട്ടിയതിന്റെ രീതി അനുസരിച്ച്. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഡിമാൻഡ് വർദ്ധിക്കില്ല. വില കുറഞ്ഞാലേ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വില കുറയ്ക്കാതെ വ്യാപാരി വ്യവസായികൾ മുന്നോട്ട് പോയാല് ഡിമാൻഡ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയോ ഉൽപാദനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയോ പ്രസക്തമാവുകയില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് വേണ്ടത്? നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായ നിരീക്ഷണം നടത്തണം. നമ്മുടെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് കേരളത്തിലാണെങ്കിലും അതുപോലെ വളരെ ശക്തമായ നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ഈ GST കുറവ് റീസ്ട്രക്ചറിങ് വഴിയും നികുതി കുറവ് ചെയ്തതിന്റെ വഴിയുമുള്ള പ്രയോജനം സാധാരണ ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങുകയുള്ളൂ. അത് സാധാരണ ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങിയാൽ മാത്രമേ കൂടുതൽ വാങ്ങല്, കൂടുതൽ ഉൽപാദനം, കൂടുതൽ തൊഴിൽ സൃഷ്ടി ഇതൊക്കെ നടക്കുകയുള്ളൂ.